എല്ലാവർക്കും സോണീസ് ബേസിക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. വാട്സാപ്പിൽ ചില സ്റ്റാറ്റസും വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാറില്ലേ? നമ്മൾ സാധാരണ അത് എന്താ ചെയ്യാറ് എന്നിട്ട് അവരോട് പറയും, ആരാണോ സ്റ്റാറ്റസ് ഇട്ട് അവരോട് പറയും ആ വീഡിയോ ഫോട്ടോ ഒന്ന് എനിക്ക് ഇവിടെ അയച്ചു തരുമെന്ന് വയ്ക്കും അല്ലേ? അപ്പോൾ ഇനി അങ്ങനത്തെ കഷ്ടപ്പാടൊന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് അവരുടെ സ്റ്റാറ്റസ് നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. വേറെ ഒരു ആപ്പിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ വാട്സാപ്പിലെ ഈ സ്റ്റാറ്റസുകളൊക്കെ നമ്മുടെ ഫോണിൽ ഫയൽ മാനേജർ എന്ന് പറഞ്ഞ ആപ്പിൽ കാണാൻ പറ്റാത്ത തരത്തിൽ ഹിഡൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കത് കാണണ തരത്തിലാക്കണം. അതിനായിട്ട് നമ്മുടെ ഫോണിൽ ഒരു ഫയൽ മാനേജർ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിൽ അതിന് മൈ ഫയൽസ് എന്നാണ് പേര്. പല ഫോണിലും മൈ ഫയൽസ് തന്നെയാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി മുകളിൽ വലതുവശത്തെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇനി സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഷോ ഹിഡൻ സിസ്റ്റം ഫയൽസ് എന്നുണ്ട്. അത് ഡീഫോൾട്ടായിട്ട് അത് ഓഫായിരിക്കും. അതൊന്ന് ഓണാക്കി വയ്ക്കുക. ഇപ്പോൾ ഹിഡൻ ആയിട്ടുള്ള ഫയലൊക്കെ ഇനി കാണാനായിട്ട് പറ്റും. ഇനി ബാക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ ഫോണിനകത്ത് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് കാണാം ഇവിടെ താഴെയായിട്ട്. ചിലരുടെ ഇതിൽ അത് ഡിവൈസ് സ്റ്റോറേജ് എന്നാവും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മുകളിലായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഐക്കൺ കാണാം. ഈ സെർച്ച് ഓപ്ഷൻ ഇല്ലാത്തവർക്ക് ഈ ഫയൽ കണ്ടുപിടിക്കാനുള്ള വഴി അടുത്ത മെത്തേഡായിട്ട് ഞാൻ പറയാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡോട്ട് സ്റ്റാറ്റസസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇതൊന്ന് വലുതാക്കി കാണിക്കാം. ഡോട്ട് സ്റ്റാറ്റസസ് ആ ഫയലിലാണ്. ഇപ്പോൾ താഴെ ആ ഫയൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഫയലിലാണ് നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസുകളെല്ലാം ഇരിക്കുന്നത്. ആ ഫയലിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ കണ്ട വാട്സാപ്പ് സ്റ്റാറ്റസുകളെല്ലാം ഇതിനകത്തുണ്ട്. ഇവിടെ വരണമെങ്കിൽ നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ ആ വാട്സാപ്പ് സ്റ്റാറ്റസുകൾ ആരുടെയൊക്കെയാണോ അതെല്ലാം ഫുള്ളായിട്ട് കാണണം. ചിലപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറച്ച് കണ്ടിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വന്നാൽ ഇവിടെ കാണില്ല. ആ വീഡിയോ ഫുൾ സ്റ്റാറ്റസ് കാണണം. ഇവിടെ .jpg എക്സ്റ്റൻഷൻ വരണതൊക്കെ നമ്മൾ സ്റ്റാറ്റസിൽ കണ്ട ഫോട്ടോകളാണ്. .mp4 എന്നുള്ളത് വീഡിയോ. ഇതിലേതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇനി താഴെ കുറച്ച് ഓപ്ഷനിൽ കോപ്പി എന്ന് കാണാം. ആ കോപ്പി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കുറച്ച് നമ്മുടെ ഗാലറിയിലുള്ള ഫോൾഡേഴ്സിൻ്റെ പേരുകളാണ് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് DCIMലാണ് നമ്മൾ കൂടുതലും ക്യാമറ ഫോട്ടോകളൊക്കെ കാണണേ. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ഇനി താഴെ കോപ്പി ഹിയർ. ഇപ്പോൾ നമ്മൾ ആ വാട്സാപ്പ് സ്റ്റാറ്റസ് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ആ ഗാലറി തുറന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇപ്പോൾ എൻ്റെ ഗാലറിയിൽ ആ വാട്സാപ്പ് സ്റ്റാറ്റസ് സേവ് ആയി കഴിഞ്ഞു. ഇനി എപ്പോൾ വേണമെങ്കിൽ നമുക്കതെടുത്ത് കാണുക, വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യുക എല്ലാം ചെയ്യാൻ പറ്റും. ഇനി നേരത്തെ പറഞ്ഞ സെർച്ച് ഓപ്ഷൻ അവിടെ കാണാത്തവർക്ക്, ഡോട്ട് സ്റ്റാറ്റസസ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടാത്തവർക്ക് വേറൊരു എളുപ്പ വഴി പറയാം. അതിനായിട്ട് ഗാലറി തുറക്കുക. എല്ലാവരുടെയും ഫോട്ടോസും എല്ലാം സേവ് ചെയ്യുന്നൊരു ഗാലറി അല്ലെങ്കിൽ ഫോട്ടോസ് അങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, അത് തുറക്കുക. ഇനി ആ ഗാലറിയിൽ നമ്മൾ വാട്സാപ്പിൽ വന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കണം. സാധാരണ വാട്സാപ്പ് ഇമേജസ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഫോൾഡർ ഉണ്ടാവും. അതിനകത്തുനിന്ന് എടുത്താലും മതി. അങ്ങനെ ഒരു ഇമേജ് എടുത്തിട്ട് അതിൻ്റെ താഴെ എന്ന് കാണാം. നമ്മൾ അതിൻ്റെ ഇൻഫോർമേഷൻ എടുക്കാനുള്ള മെത്തേഡാണത്. അപ്പോൾ ആ ഐയിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ്, ആൻഡ്രോയിഡ്, മീഡിയ അങ്ങനെ ഒരു ഇത് എഴുതിയിരിക്കണം കണ്ടില്ലേ? അത് ഈ വാട്സാപ്പിൻ്റെ ഫോട്ടോകൾ നമ്മുടെ ഫയൽ മാനേജറിൽ എവിടെയാണ് വെച്ചിരിക്കണതെന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഇൻറ്റേർണൽ സ്റ്റോറേജ്, ആൻഡ്രോയിഡ്. നിങ്ങളുടെ ഫോണിൽ ഇത് തന്നെ ആവണമെന്നില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫയൽ മാനേജർ ഇനി എടുക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം പോയിട്ട് സെറ്റിങ്സ് എടുത്ത് അതിനകത്ത് ഹിഡൻ ഫയൽസ് കാണാം, ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് ഒന്ന് ഓണാക്കുക. ഇനി ഇതിൽ പറഞ്ഞ നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ച ആ വഴി തുറക്കുക. അതായത് ആദ്യം ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും അവസാനം ഇപ്പോൾ എൻ്റെ കയ്യിൽ വാട്സാപ്പ് ഇമേജസ് എന്നല്ലേ, അത് ക്ലിക്ക് ചെയ്യേണ്ട. അതിന് മുമ്പത്തെ ഇതിൽ എത്തിക്കഴിയുമ്പോൾ, മീഡിയയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നമുക്ക് ഡോട്ട് സ്റ്റാറ്റസസ് എന്ന ആ ഫയൽ കാണാൻ പറ്റും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ട വാട്സാപ്പ് സ്റ്റാറ്റസ് എല്ലാം അതിനകത്ത് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് സ്റ്റാറ്റസ് ആണോ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതൊന്നും ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇനി താഴെ കോപ്പി എന്ന് എഴുതിയതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇഷ്ടംപോലെ ഫോൾഡേഴ്സ് കാണാം. അതിനകത്ത് DCIMൽ സെലക്ട് ചെയ്യുക. കൂടുതലും നമ്മൾ ഇമേജസ് അവിടെ ആയതുകൊണ്ട് ഇനി കോപ്പി ഹിയർ. ഇപ്പോൾ നമ്മുടെ വേണ്ട സ്റ്റാറ്റസ് അവിടെ സേവ് ആയി കഴിഞ്ഞു.
ഇനി ഇങ്ങനെ വാട്സാപ്പ് സ്റ്റാറ്റസൊക്കെ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഹിഡൻ ഫയൽസ് ഓൺ ആക്കിയില്ലേ, നമുക്ക് കാണാൻ പറ്റാത്തത് കാണണ തരത്തിലാക്കിയില്ലേ, തിരിച്ചു ചെന്ന് ഒന്നും അത് ഓഫാക്കി തന്നെ വെച്ചോളൂ. അതിനായിട്ട് ആ ഫയൽ മാനേജറിലെടുത്ത് ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിലെടുത്ത് ഓണാക്കി വെച്ചത് തിരിച്ച് ഓഫാക്കി തന്നെ വെച്ചോളൂ. അത് ഓണായിരുന്നു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഓഫാക്കി വെക്കണതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി എല്ലാവർക്കും ഇതുപോലെ ഈസി ആയിട്ട് വാട്സാപ്പ് സ്റ്റാറ്റസ്, വീഡിയോ, ഫോട്ടോസും ഒക്കെ നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കാം. എപ്പോൾ വേണമെങ്കിൽ അപ്പോൾ ഇനി അതെടുത്ത് കാണാനും നമ്മുടെ സ്റ്റാറ്റസ് ആക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, വേറൊരാളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോഴൊക്കെ അവരുടെ പെർമിഷൻ എടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.